ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ കുളിക്കാൻ കയറിയാമി. ബാത്റൂമിൽ ചായ കുടിക്കുന്നത്. നീ അവിടെ വെക്ക്, കുളിച്ചിട്ട് വരട്ടെ. ഒരു പോലീസുകാരന്റെ പ്രണയാഭിലാഷങ്ങൾ. ആരെയൊക്കെ വഞ്ചിച്ചാലും ഒരു മനുഷ്യന് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാനാവില്ല. അയാളൊരു പോലീസുകാരൻ മാത്രമായിരുന്നില്ല, പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ച് ഒരു തികഞ്ഞ കലാകാരൻ കൂടിയായിരുന്നു. ഈശ്വര, അപ്പൊ ഞാൻ ഈ ഊഹിച്ചതൊക്കെ ശരിയായിരുന്നല്ലേ? പ്രണയം ഉള്ളിലൊളിപ്പിച്ച കലാകാര ശരിയാക്കി തരാൻ ഞാൻ. അന്ന് മഴ പെയ്ത് തോർന്നൊരു സന്ധ്യയായിരുന്നു. ആ പുഴക്കരയിൽ ഞാനും അവളും മാത്രം. പറഞ്ഞു വരുമ്പോ ഒരിക്കലും അരുതാത്ത ബന്ധമാണ്. പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചു പോയി. പ്രണയത്തിന് കണ്ണിലെന്ന് പറയുന്നത് ഇത്ര ശരിയാണ്. പൂജാപുഷ്പങ്ങൾ മിഴിതുറക്കുന്ന ഈ മനോഹരമായ ത്രിസന്ധിയിൽ പ്രിയമുള്ളവളെ, ഞാൻ എങ്ങനെയാണ് നിന്നെ മറക്കുക? പൂജാപുഷ്പങ്ങൾ മിഴി തുറക്കുന്ന ത്രിസന്ധിയോ? അപ്പൊ ഇതവള് തന്നെ. പൂജ. അരുതാത്ത ബന്ധത്തില് വേറെ ആരാ ഉള്ളത്? പൂജ അവള് തന്നെ. എന്നാലും എടി വഞ്ചകി, എന്നോടിത് വേണമായിരുന്നു. നിനക്ക് വേറെ ആരും കിട്ടിയില്ലല്ലേ? അല്ലെങ്കിൽ എന്തിനാ അവളെ കുറ്റം പറയുന്നേ? ഇവിടെ ഒരുത്തൻ ഇങ്ങനെ വഴിവഴിച്ച് പോയിട്ടല്ലേ എന്റെ വിധി. അല്ലാതെന്താ? ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കും? അവൾ ഒഴുകി വരുന്ന നനുത്ത കാറ്റുപോലെ, ചെമ്പക പൂമുട്ടിന്റെ നവ്യമായ സുഗന്ധം പോലെ എന്റെ അരികിലേക്ക് പതിയെ നടന്നു വന്നു. വാടി വാ, തിന്നിന്ന് കൊല്ലൂടി. അവൾ എന്റെ കാതിൽ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ നിന്റെ കാൽ ചൂട്ടിൽ സമ്മാനിക്കുന്നു. ഞാൻ അവളെ ചേർത്ത് നിർത്തി. എന്നിട്ട് തഴുകി തലോടി പറഞ്ഞു, പ്രിയമുള്ളവളെ, പകരം വെക്കാനൊന്നുമില്ലാത്തവനായി ഞാനിതാ നിന്റെ കാൽക്കൽ വീണ് പ്രണയശിലയായി പരിണാമപ്പെടുന്നു. ഈശ്വര, എന്റെ ഭർത്താവ് കല്ലായി പോയോ? ഞാനും അവളും ആ നിമിഷം ഒന്നായി മാറി. பாடி என் பொட்டல முட்டாயே, சின்ன ரத்தின கொட்டாயே, உன் குங்கும பொட்ட மேல வச்சாயே. பாடா என் அம்புலி மச்சானே, என்ன அம்புல தச்சானே, என்ன கட்டி புடிச்சு தூங்க வச்சானே. ஊரில் கண்டதும் இல்ல யாரும் ஒன்னாட்டம், பாரி தந்ததும் இல்ல இந்த கண்ணாட்டம். ஜோடி கட்டுனதில்ல யாரும் ஒன்னாட்டம், கோடி சந்திர உண்டு நள்ளிரவு விடியும் மட்டும். கெஞ்சிரனே, கிட்ட வந்து மிஞ்சிரனே, உன்னை தொட்டு கொஞ்சிரனே, என்னை விட்டு விலகி போகிறனே.
വായിക്കാൻ വയ്യ. എന്റെ തല കറങ്ങുന്നു. എനിക്ക് ചുറ്റും ഭൂമി കറങ്ങ. ഈശ്വര, എന്നെ നിനക്കൊന്ന് കൊന്നു തന്നൂടെ? മോൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. യോ, ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ ദത്ത സാറിന് ധൈര്യം ഉണ്ടെങ്കിലേ നമ്മൾ കാണാതെ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. സംശയിക്കാൻ ഒന്നുമില്ല, ഇത് അവള് തന്നെ, ആ പൂജ. അല്ലാതെ ആരാണ് ഈ വീട്ടിൽ ദത്ത സാറിന് അരുതാത്ത ബന്ധം? അതുമാത്രമല്ലല്ലോ, വ്യക്തമായ തെളിവല്ലേ കിടക്കുന്നേ. അവളുടെ പേര് പോലും എഴുതിയിട്ടില്ലേ? പൂജാ പുഷ്പങ്ങൾ മിഴി തുറക്കുന്നു ത്രിസന്ധ്യയിൽ. എന്താ അതിന്റെ അർത്ഥം? ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പ്രേമലേഖനം എഴുതിയാൽ നമ്മൾ പിടിക്കില്ല എന്ന് വിചാരിച്ചോ? ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചതേ മോളുടെ ഭാഗ്യം. എന്നാലും ഗോമതി ചേച്ചി, ഞാൻ എത്ര ആലോചിച്ചിട്ടും ദത്തൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇത്രയും തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിൽ വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ. മോൾക്ക് അറിയാത്തത് കൊണ്ടാ. ഈ നാട്ടിൽ നടക്കുന്നൊക്കെ ഇതിലും വലിയ സംഭവങ്ങളാ. ഇത് പഴയ കാലമല്ല മോളെ. മോൾക്കറിയോ, അടുത്ത കാലത്ത് ഞാൻ മൊബൈലിൽ വായിച്ചതാ. ബോംബെയിൽ കല്യാണത്തലേന്ന് വധുവിന്റെ അമ്മയ്ക്കൊപ്പം വരൻ ഒളിച്ചോടി. അതും കല്യാണത്തിന് കരുതി വെച്ചിരുന്ന സ്വർണവും പണവും എടുത്തോണ്ട്. അതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു ഒളിച്ചോട്ടം നടന്നില്ലല്ലോ. ആരും അറിയാതെ ദത്തസാർ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ട് പോയില്ലേ? ചേച്ചി, ദത്തേട്ടൻ പാവം. ഇതൊക്കെ അവളുടെ കളിയാ. അതെ മോളെ, നാളെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്ന് നമ്മൾ അവളെ പുറത്താക്കുമ്പോ അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമല്ലോ. അതിനു വേണ്ടിയ അവൾ ദത്തൻ സാറിനെ സോപ്പിട്ട് കൂടെ നിർത്തുന്നു. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഞാൻ ഏതായാലും ഇത് അവളോട് ചോദിക്കാൻ പോവാ. മണ്ടത്തരം കാണിക്കണ്ടേ മോളെ? ഒറ്റയടിക്ക് മോള് ചോദിച്ചാൽ അതോടെ തീരുവല്ല. പിന്നെ തെളിവുകൾ ഒന്നും കിട്ടത്തില്ല. മോള് ചുമ്മാതെ വേണ്ടാതീനം പറഞ്ഞുണ്ടാക്കിയതാണെന്ന് മുത്തശ്ശി സാക്ഷ്യം പറയും. എന്നുവെച്ച് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് ചേച്ചി പറയുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ മോൾ ഈ കള്ളക്കളി പൊളിച്ചാൽ ആരാ അതിൽ പ്രധാന പ്രതിയാകുന്നേ? ദത്തൻ സാർ, ശരിയല്ലേ? അങ്ങനെ സംഭവിച്ചാൽ തകരാൻ പോകുന്നത് ആരുടെ ജീവിതമാ? മോളുടെ ജീവിതം അല്ലേ? അപ്പോ നമ്മൾ എന്താ വേണ്ടത്? വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.